ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സൈലം BSc. എല്ലാവരെയും പഠിത്തമൊക്കെ നല്ല രീതിക്ക് പോകുന്നുണ്ടല്ലോ അല്ലേ? ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മൗലികാവകാശങ്ങൾ എന്ന് പറഞ്ഞ ടോപ്പിക്കിലെ ഒരു കുഞ്ഞു ഭാഗമാണ്. നമുക്കറിയാം, ഭരണഘടനയുടെ ഭാഗം 3-ലാണ് 6 മൗലികാവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. സ്വാതന്ത്ര്യ സമരം ലക്ഷ്യം വെച്ചതും 1928-ലെ മോത്തിലാൽ നെഹ്റു അധ്യക്ഷനായിട്ടുള്ള നെഹ്റു കമ്മിറ്റി നിർദ്ദേശിച്ചതുമായിട്ടുള്ള കുറേ അവകാശങ്ങളും ഒക്കെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഭരണഘടനാ നിർമ്മാതാക്കൾ നമ്മുടെ മൗലികാവകാശങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. അതുമാത്രമല്ല, അമേരിക്കൻ ഭരണഘടനയിലുള്ള അവകാശ പത്രികയും ഈ മൗലികാവകാശങ്ങളുടെ കാര്യത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ മൗലികാവകാശങ്ങൾ എന്ന് പറഞ്ഞ ഭാഗത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമത്വ അവകാശത്തിനെ കുറിച്ചും അത് പഠിക്കാനുള്ള ഒരു കുഞ്ഞു കോഡാണ് നമ്മൾ നോക്കുന്നത്. 6 മൗലികാവകാശങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? സമത്വത്തിനുള്ള അവകാശം, റൈറ്റ് ടു ഇക്വാലിറ്റി; സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, റൈറ്റ് ടു ഫ്രീഡം; ചൂഷണത്തിനെതിരായുള്ള അവകാശം, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ; മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, റൈറ്റ് ടു റിലീജിയൻ; കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്, സാംസ്കാരികവും വിദ്യാഭ്യാസപരമായുള്ള അവകാശം; പിന്നെ ഏറ്റവും അവസാനമായി ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശം, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ഭരണഘടന നിലവിൽ വന്ന സമയത്ത് 7 മൗലികാവകാശങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, PSC എപ്പോഴും റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. നിലവിൽ മൗലികാവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്ത നിലവിൽ നിയമാവകാശമായിട്ടുള്ള അവകാശമാണ് ഏത്? സ്വത്തവകാശം. 44-ാം ഭേദഗതിയിലൂടെയാണ് അത് നീക്കം ചെയ്തിട്ടുള്ളത്. ആർട്ടിക്കിൾ 14 മുതൽ ആർട്ടിക്കിൾ 18 വരെയാണ് സമത്വത്തിനുള്ള അവകാശത്തിനെ കുറിച്ച് പറയുന്നത്. ആർട്ടിക്കിൾ 19 മുതൽ 22 വരെയാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിനെ കുറിച്ച് പറയുന്നത്. 23, 24 ആർട്ടിക്കിൾ ചൂഷണത്തിനെതിരായുള്ള അവകാശത്തിനെ കുറിച്ചും 25 മുതൽ 28 വരെയുള്ള ആർട്ടിക്കിളുകൾ മതസ്വാതന്ത്ര്യത്തിനെ കുറിച്ചും 29, 30 സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശവും ആർട്ടിക്കിൾ 32 ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശത്തിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് സമത്വത്തിനുള്ള അവകാശത്തിനെ കുറിച്ചാണ്. ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണെന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. എന്താണ് ആർട്ടിക്കിൾ 14 പറയുന്നത്? എല്ലാവരും, ഇന്ത്യയിലെ എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ്, അല്ലെങ്കിൽ എല്ലാവർക്കും നിയമം മുഖേനയുള്ള തുല്യ സംരക്ഷണം ലഭിക്കും. നിയമത്തിന് മുന്നിൽ സമത്വം, തുല്യ നിയമ സംരക്ഷണം, ഈ 2 കാര്യങ്ങളാണ് ആർട്ടിക്കിൾ 14 പറയുന്നത്. ഒരാളുടെ ഔദ്യോഗിക പദവിയോ അയാളുടെ സ്ഥാനമോ എന്തു തന്നെ ആയാലും അവർ നിയമത്തിന് അതീതരല്ല. അതാണ് ആർട്ടിക്കിൾ 14 പ്രതിപാദിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, മൗലികാവകാശങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും സമ്പൂർണ്ണമല്ല, അത് പരിപൂർണമോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ, അതിൽ ചില ഒഴിവുകഴിവുകളൊക്കെ ഉണ്ട് അല്ലേ? അതേപോലെ ആർട്ടിക്കിൾ 14-ലും ചില എക്സെപ്ഷൻസ് ഉണ്ട്. അതായത് രാഷ്ട്രപതി, ഗവർണർ എന്നീ പദവികൾ, അതുകൂടാതെ വിദേശ രാജ്യത്തുള്ള ഭരണാധികാരികളിൽ അവിടുത്തെ അംബാസിഡർമാർ ഒക്കെ ഈ ഒരു കാര്യത്തിൽ ഇളവ് ലഭിക്കുന്ന ആളുകളാണ്. അപ്പോൾ ആർട്ടിക്കിൾ 14 പഠിച്ചല്ലോ, എന്താണ്? നിയമത്തിന് മുന്നിലുള്ള സമത്വം. ഇനി ആർട്ടിക്കിൾ 15 ജാതി, മതം, വർഗം, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവേചനം പാടില്ല എന്ന് പറയുന്ന ഭരണഘടനയിലെ ആർട്ടിക്കിളാണ് ഏത്? ആർട്ടിക്കിൾ 15. എന്നാൽ ഇതിനെ അടിസ്ഥാനമാക്കി പൊതുസ്ഥലങ്ങൾ, അതായത് കുളങ്ങൾ, കിണറുകൾ, ഈ ആരാധനാലയങ്ങൾ, ഭോജനശാല, അതായത് ഹോട്ടലുകൾ, പിന്നെ നിരത്തുകൾ, ഇവിടെയൊന്നും മതത്തിനെയോ ജാതിനെയോ അല്ലെങ്കിൽ വർഗത്തിനെയോ ലിംഗം, ജന്മസ്ഥലത്തിനെയോ ഒന്നിനും അടിസ്ഥാനമാക്കിയിട്ട് പ്രവേശനം നിഷേധിക്കാൻ പാടില്ല. അതായത് പണ്ടുകാലത്ത് നമുക്കറിയാം, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരുന്നു ഓരോ സ്ഥലത്തിലേക്കുള്ള പ്രവേശനവും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനി അത് ഉണ്ടാവാൻ പാടില്ല, ഇങ്ങനെ ഡിസ്ക്രിമിനേഷൻ പാടില്ല, വിവേചനം പാടില്ല എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ഏത്? ആർട്ടിക്കിൾ 15. എന്നാൽ ഈ ആർട്ടിക്കിളിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട്. സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക പരിഗണന നൽകുന്നതോ, അല്ലെങ്കിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് പ്രത്യേക പരിഗണന നൽകുന്നതോ, പിന്നാക്ക വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് സ്കൂളിൽ സംവരണം നൽകുന്നതോ ഒന്നു തന്നെ വിവേചനമായിട്ട് കണക്കാക്കുന്നില്ല. അതായത് ഇത് കൊടുക്കുന്നത് വഴി, ഇങ്ങനെ അവർക്ക് പ്രത്യേക പരിഗണനയും അവർക്ക് വേണ്ടി പ്രത്യേക പദ്ധതികളൊക്കെ രൂപീകരിക്കുന്നത് വഴി അവരിൽ ആ ഒരു അസമത്വം കുറയ്ക്കാനും സമത്വം സ്ഥാപിക്കാനും കഴിയുമെന്നാണ് ഭരണഘടനാ നിർമ്മാതാക്കൾ അന്ന് വിശ്വസിച്ചിരുന്നത്. ആർട്ടിക്കിൾ 16 പറയുന്നത് പൊതു നിയമനങ്ങളിലെ അവസര സമത്വത്തിനെ കുറിച്ചാണ്. ഇതും കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു അവകാശമല്ല, ഇതും സമ്പൂർണ്ണമല്ല. കാരണം നമുക്കറിയാവുന്ന കാര്യമാണ്, ഇതിലൊക്കെ സംവരണം നൽകുന്നുണ്ട് അല്ലേ?
പല വിഭാഗങ്ങൾക്ക് SC ST വിഭാഗങ്ങൾക്കും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കൊക്കെ ഇതുപോലെയുള്ള പൊതുപരീക്ഷകളിൽ സംവരണം ലഭിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ സംവരണം കൊടുക്കുന്നത്? ഇതുപോലെ എല്ലാ മേഖലകളിലേക്കും അല്ലെ ഈ മേഖലകളിലേക്കൊക്കെ ഇവരുടെ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ വേണ്ടി കൊണ്ടാണ് ഇങ്ങനെ സംവരണം നൽകുന്നത്. ഇതും അസമത്വമായിട്ടോ അല്ലെങ്കിൽ വിവേചനമായിട്ടോ നമുക്ക് കണക്കാക്കാൻ കഴിയില്ല. മറിച്ച് അവരെയും കൂടി പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ആർട്ടിക്കിൾ 17. ആർട്ടിക്കിൾ 17 പറയുന്നത് അയിത്ത നിർമ്മാർജ്ജനത്തെക്കുറിച്ചാണ്. ഈ അസമത്വത്തിന്റെ പ്രാകൃത രൂപം എന്നൊക്കെ അറിയപ്പെടുന്നത് അയിത്തമാണ്. നമ്മുടെ PSC ചോദിച്ചിട്ടുണ്ട് അസ്പൃശ്യതാ നിരോധനം. ഇതിനു മുന്നേ നമ്മളൊരു വീഡിയോ അയിത്തത്തിനെ കുറിച്ച് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പം അസ്പൃശ്യതാ നിരോധനം ഒക്കെ പറയുന്ന ആർട്ടിക്കിളാണ് ഇത് ആർട്ടിക്കിൾ 17. തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്നത് 1955 പിന്നീട് ഈ നിയമം ഭേദഗതി ചെയ്തു. 1976 ഈ നിയമം സിവിൽ അവകാശ അതായത് പൗരാവകാശ സംരക്ഷണ നിയമം എന്ന രീതിയിൽ ഭേദഗതി ചെയ്തത്. നിലവിൽ ഈ തൊട്ടുകൂടായ്മ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്നത് സിവിൽ അവകാശ സംരക്ഷണ നിയമത്തിലാണ്, പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട്. അപ്പോൾ ഇതിലൊന്നും അയിത്തം എന്ന് പറഞ്ഞ പദം എന്ത് ചെയ്തിട്ടില്ല, ഉപയോഗിച്ചിട്ടൊന്നുമില്ല. ഇനി ആർട്ടിക്കിൾ 18. ആർട്ടിക്കിൾ 18 പറയുന്നത് അബോളിഷൻ ഓഫ് ടൈറ്റിൽസ്, അതായത് സ്ഥാനപ്പേരുകൾ സൈനികവും വിദ്യാഭ്യാസപരവും ഒഴികെയുള്ള സ്ഥാനപ്പേരുകൾ നിർത്തലാക്കുന്നതിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 18. അപ്പോൾ സൈനികമായിട്ടുള്ള സ്ഥാനപ്പേരുകൾ ഏതൊക്കെയാണ്? ലെഫ്റ്റനന്റ്, കേണൽ, ക്യാപ്റ്റൻ പോലെയുള്ളതൊക്കെ പേരിനൊപ്പം ചേർക്കാൻ വേണ്ടി കൊണ്ട് കഴിയും. പക്ഷേ അതുകൂടാതെയുള്ള പണ്ട് നമുക്കറിയാം ബ്രിട്ടീഷുകാർ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്ഥാനപ്പേരുകളൊക്കെ നൽകുന്നുണ്ടായിരുന്നു. പിന്നീട് എന്ത് ചെയ്യുന്നു, ഈ സ്ഥാനപ്പേരുകളൊക്കെ കൊടുക്കുന്നത് ആളുകൾ പേരിൻ്റെ കൂടെ കൂട്ടിച്ചേർത്ത് ഇതൊക്കെ ഒരു അസമത്വത്തിന് കാരണമാവുന്ന രീതിക്കായി മാറി. അപ്പം ഈ സ്ഥാനപ്പേരുകൾ കൊടുക്കുന്നത് സമൂഹത്തിൽ ഒരു അസമത്വം ഉണ്ടാക്കുന്നതിൻ്റെ ഒരു കാരണമായി മാറിയോണ്ട് തന്നെ ഇത് നിർത്തലാക്കിയിട്ടുള്ള ആർട്ടിക്കിളായിരുന്നു ഇത് ആർട്ടിക്കിൾ 18. എന്നാൽ സൈനികവും, ഞാൻ നേരത്തെ പറഞ്ഞ സൈനികവും, ഇനി വിദ്യാഭ്യാസപരമായിട്ടുള്ള ഡോക്ടർ, ഡോക്ടറേറ്റ്, പിന്നെ അഡ്വക്കേറ്റ് അതുപോലെയുള്ള പേരുകളൊക്കെ എന്ത് ചെയ്യാം, സ്ഥാനപ്പേരുകളൊക്കെ പേരിനൊപ്പം ചേർക്കുന്നതിൽ വിലക്കില്ല. അപ്പോൾ ആർട്ടിക്കിൾ 18 കൃത്യമായിട്ട് എന്താണ് പറയുന്നത്? സൈനികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള സ്ഥാനപ്പേരുകൾ ഒഴികെ, ആ ബഹുമതികൾ ഒഴികെ മറ്റൊരു ബഹുമതികളും പേരിനൊപ്പം ചേർക്കുവാൻ പാടില്ല എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ഇത് ആർട്ടിക്കിൾ 18. അപ്പോൾ 14 മുതൽ 18 വരെയുള്ള ആർട്ടിക്കിൾ. 14 പറയുന്നത് നിയമസമത്വം, 15 പറയുന്നത് വിവേചനം പാടില്ല, 16 അവസര സമത്വം, 17 അയിത്ത നിർമ്മാർജ്ജനം, 18 തലക്കെട്ടുകളുടെ നിരോധനം. ഇതൊക്കെയാണ് ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ പറയുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിക്കൊണ്ട് നമുക്കൊരു കുഞ്ഞു കോഡ് സെറ്റാക്കാം. ലോ ഡൗട്ട്. ലോ എന്ന് വെച്ചാൽ നിയമസമത്വം കാര്യങ്ങളൊക്കെയാണ് ആർട്ടിക്കിൾ 14 പറയുന്നത് അല്ലേ? അപ്പം ആർട്ടിക്കിൾ 14 ഉദ്ദേശിച്ചാണ് ലോ. ഇനി ഡൗട്ട് എന്നുള്ളത് DOUT ആണ്. ഡൗട്ട് മറ്റേ സംശയം എന്നുള്ളതിൻ്റെ ഡൗട്ടല്ല, DOUT. അപ്പം D പറയുന്നത് ആർട്ടിക്കിൾ 15 ഡിസ്ക്രിമിനേഷൻ. O ആർട്ടിക്കിൾ 16 ഓപ്പർച്യൂണിറ്റി. U ആർട്ടിക്കിൾ 17 അൺടച്ചബിലിറ്റി. T പറയുന്നത് ടൈറ്റിൽസ്, ആർട്ടിക്കിൾ 18 ടൈറ്റിൽസിനെ കുറിച്ച്. അപ്പോൾ ഓർമ്മിച്ച് വയ്ക്കുക, ലോ ഡൗട്ട് എന്നുള്ള ഒരു കോഡ് കൊണ്ട് നമുക്ക് സമത്വത്തിനുള്ള അവകാശം മൊത്തമായിട്ട് എന്ത് ചെയ്യാം, കണക്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണെങ്കിൽ ഇനി ഓരോ അവകാശങ്ങളും ആർട്ടിക്കിളും കണക്ട് ചെയ്യാൻ വേണ്ടിക്കൊണ്ട് നമുക്ക് ഇനിയും കുറേ കോഡുകൾ സെറ്റാക്കിയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.